പഠനത്തിനൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിന് പുതുതാളമേകുകയാണ് കോഴിക്കോട് ഒരു വിദ്യാലയം. ലഹരി വലയിൽപ്പെടാതെ വിദ്യാർത്ഥികളെ കലയിലേക്ക് അടുപ്പിക്കാൻ നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ രംഗത്ത് വന്നു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാ അഭിരുചിക്കും വലിയ പ്രോത്സാഹനമാണ് ഈ വിദ്യാലയം ഇപ്പോൾ നൽകുന്നത്. ഇവിടെ താളമാണ് ലഹരി. സാധാരണ നമ്മളെ വിദ്യാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ അധ്യാപകർ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ കോഴിക്കോട്ടെ നടുവണ്ണൂർ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പതിവിലും വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ചിരുന്നാണ് പഠിക്കുന്നത്. അവരെന്താണ് പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നടുവണ്ണൂർ സ്കൂളിന്റെ വൈകുന്നേരങ്ങൾ താളാത്മകമാണ്. സ്കൂൾ സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊരു ലോകമായി മാറും. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം ഉണ്ണിയാശാന്റെ ശിഷ്യന്മാരാണ്. എല്ലാവരും ഒന്നിച്ചുള്ള ചെണ്ട പരിശീലനം. താളത്തിന്റെ വേഗവും ഏകോപനവും. ചെണ്ടമേളത്തിൽ കൊട്ടിക്കയറുകയാണ് കുട്ടിവാദ്യക്കാരടങ്ങുന്ന ഈ സംഘത്തിന്റെ ലക്ഷ്യം. എന്താ ഇഷ്ടപ്പെടാൻ കാരണം? ചെണ്ട അരങ്ങേറ്റം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതിനെ കൊണ്ട് എല്ലാവരും അരങ്ങേറ്റത്തിന് നല്ലോണം മുട്ടുന്നൊക്കെ കൊണ്ട് എനിക്ക് മുട്ടാൻ തോന്നി. ഞാൻ ചെണ്ടയ്ക്ക് ചേർന്നു. നല്ല സന്തോഷമുണ്ട്. കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ ഞങ്ങളെ സഹപാഠികൾ അധ്യാപകരെന്നൊക്കെ പറയാനൊക്കെ പറ്റും. എല്ലാ കലാമേളക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുട്ടികൾ അത് കഴിഞ്ഞ് വിടുന്നു. അപ്പോൾ അങ്ങനെ പോരാ, ഒരു സ്ഥിരം വേദി എന്നുള്ള തരത്തിലാണ് നമ്മളിത് തുടങ്ങിയത്. വളരെ കുറഞ്ഞ കുട്ടികളെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് രക്ഷിതാക്കളും ടീച്ചേഴ്സും കുട്ടികളും കൂടി ഇതിലിപ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടി മുതൽ ഹയർ സെക്കൻഡറിയിലുള്ള ടീച്ചേഴ്സ് വരെ എന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെ നമുക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. 2ാം ക്ലാസ് വിദ്യാർത്ഥികൾ മുതൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് 2 ബാച്ചുകളിലായാണ് ചെണ്ട പരിശീലിക്കുന്നത്. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഒന്നിച്ചാണ് പഠിക്കുന്നു. 2 ബാച്ചായിട്ട് അരങ്ങേറ്റത്തിന് അവരെ 48 വർഷം ഒന്നായിട്ട് അഭ്യസിക്കണം. അപ്പോൾ ഇപ്പോൾ 3 ഇരട്ടി, അങ്ങനെ 4 ഇരട്ടി, 5 ഇരട്ടി, അങ്ങനെ ഇരട്ടി സാധകം ചെയ്ത് പഠിപ്പിക്കുകയാണ്. എന്തായാലും താളം പിഴയ്ക്കാതെ ചെണ്ടയിൽ മാന്ത്രികത തീർക്കുകയാണ് ഇവർ. ഇവിടെ വന്നപ്പോൾ എനിക്കും ചെണ്ട പഠിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നി. എന്തായാലും ഒരുപാട് വേദികൾ കീഴടക്കാൻ ഇവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷ്ണു കച്ചേരിക്കൊപ്പം ദിവിഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.